ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നും നമുക്കൊരു ഫുഡ് വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാഡിയുടെയും മമ്മിയുടെ 32th ആനിവേഴ്സറി ആണ്. സോ നമ്മൾ ഡിന്നർ പുറത്തുനിന്നാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ തൃശ്ശൂർ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് നോക്കിയപ്പോൾ ഡാഡി തന്നെ ചൂസ് ചെയ്തത് നമ്മുടെ റെസ്റ്റോറൻറ്റാണ് ഫെറാഗോൻ്റെ ലൊക്കേഷൻ വരുന്നത് അത്താണിയാണ്. സോ നമുക്ക് ഫെറാഗോയിൽ പോയിട്ട് അവിടെ നമുക്ക് എന്താണ് കഴിക്കുക. അപ്പോൾ നമ്മളവിടെ മെയിനായിട്ട് ഡാഡിക്ക് ബീഫ് ബിരിയാണിയാണ് ഇഷ്ടം. അപ്പോൾ അതുണ്ടോയെന്ന് അവിടെ നോക്കാം, അറിയില്ല. ആൻഡ് സോ മമ്മിക്ക് ചൈനീസ് ഐറ്റംസോടാണ് ഇഷ്ടം. അപ്പോൾ നമുക്കതൊക്കെ അവിടെ ഉണ്ടോ നോക്കാം. ഫെറാഗോയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. സോ നമ്മളവിടെ നിന്ന് മെനു നോക്കി ഓർഡർ ചെയ്തു. അപ്പോൾ നമുക്കവിടെ ബീഫ് ബിരിയാണി ഒന്നും ഉണ്ടായിരുന്നില്ല, ആകെ ഉണ്ടായിരുന്നത് ചിക്കൻ ബിരിയാണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതായത് ബിരിയാണി ഐറ്റംസിൽ. സോ നമ്മൾ 2 ബിരിയാണിയും പിന്നെ മമ്മിക്ക് നോമ്പുള്ള കാരണം കൊണ്ട് നമ്മൾ നൂഡിൽസാണ്, വെജ് നൂഡിൽസാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ ഒരു ചില്ലി ഗോബി ഫ്രൈയും നമ്മൾ ഓർഡർ ചെയ്തു. പിന്നെ ജോഷിക്ക് വേണ്ടി ഓർഡർ ചെയ്തത് നമ്മൾ ജ്യൂസി ലൂസി ബർഗറും ആയിരുന്നു. ബിരിയാണീൻ്റെ ഒരു ബിരിയാണീൻ്റെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, അത്യാവശ്യം ഒരാൾക്ക് വയർ നിറച്ച് കഴിക്കാവുന്ന ക്വാണ്ടിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഒരു ബോയിൽഡ് എഗ്ഗും 2 ചിക്കൻ പീസും അതുപോലെ തന്നെ പപ്പടവും ഉണ്ടായിരുന്നു നമ്മുടെ ഈ ബിരിയാണിയുടെ കൂടെ. അപ്പോൾ ഈ ചിക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര സോഫ്റ്റായിട്ട് നന്നായി വെന്തിട്ടുള്ള ചിക്കനായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. ഇനി വെജ് നൂഡിൽസിനെ പറ്റി പറയുകയാണെങ്കിൽ പൊതുവേ നൂഡിൽസിനൊക്കെ കാണുന്ന ഒരു ഹാർഡ്നെസ് ഒന്നും ഇതിനുണ്ടായിരുന്നില്ല, ഭയങ്കര സോഫ്റ്റായിരുന്നു. അപ്പോൾ അതും നല്ലൊരു ടേസ്റ്റിലും നല്ല ക്വാണ്ടിറ്റിയിലും തന്നെയായിരുന്നു നമ്മുടെ വെജ് നൂഡിൽസും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കൂടെ പറഞ്ഞ സ്റ്റാർട്ടർ പോലുള്ള ചില്ലി കോപ്പി ഭയങ്കര ക്രിസ്പി ആയിരുന്നു. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ സ്റ്റാർട്ടറും. നമുക്ക് ബിരിയാണിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയതായിരുന്നു. നമ്മുടെ ബർഗറാണെങ്കിൽ പേര് പോലെ ഭയങ്കര ജ്യൂസി ആയിരുന്നു, ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു, നല്ല പാറ്റിയൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ അതിന് ശേഷം നമ്മൾ പറഞ്ഞത് 2 ഡെസേർട്ട്സ് ആണ്, അതായത് ഒരു ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീമും പിന്നെ ഫലൂഡയാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ ഈ ഫലൂഡ ആണെങ്കിലും ഫ്രൂട്ട് സലാഡ് ആണെങ്കിലും എല്ലാതും നമ്മുടെ ഈ ഐസ്ക്രീം വിത്ത് ഫ്രൂട്ട്സ് കൊണ്ടൊക്കെ റിച്ച് ആയിട്ടുള്ളൊരു ഡെസേർട്ട്സ് തന്നെയായിരുന്നു. നമുക്ക് ഈ ഫലൂഡൊക്കെ ഭയങ്കര ഹെവി ആയിരുന്നു. നമ്മുടെ ഡിന്നർ കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും വയറ് നിറഞ്ഞു, അത്രയും ക്വാണ്ടിറ്റിയിലായിരുന്നു നമ്മുടെ എല്ലാ ഫുഡും സെർവ് ചെയ്തിരുന്നത്. സോ നമ്മൾ ഫലൂഡയും അതുപോലെ തന്നെ നൂഡിൽസ് നമ്മൾ ലാസ്റ്റ് പാർസൽ എടുക്കുകയാണ് ചെയ്തത്. സോ ഇവിടുത്തെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാം ഭയങ്കര അടിപൊളി ഫുഡാണ്. അതുപോലെ തന്നെ എന്താ പറയുക, അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇത്രയും നമുക്ക് ഗ്യാരണ്ടിയോട് കൂടെ കഴിക്കാൻ പറ്റിയൊരു റെസ്റ്റോറൻ്റ് ആയിട്ടാണെങ്കിൽ പറയാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കണ്ടവർ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരേക്കും ബൈ ബൈ. So once again happy anniversary daddy mummy.